ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് 10 ക്വസ്റ്റ്യൻ സീരീസിലെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പം ഇന്ത്യൻ ഹിസ്റ്ററിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചുവടെ തെന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം ഏതായിരുന്നു? അതായത് താഴെ കൊടുത്തിട്ടുള്ള പത്രങ്ങളിൽ തിലക് അല്ലെങ്കിൽ ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി വന്ദേ മാതരം, ഓപ്ഷൻ സി ന്യൂ ഇന്ത്യ, ഓപ്ഷൻ ഡി മറാത്ത. അപ്പം ഇതിലേതാണ് നമ്മുടെ ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രം? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി മറാത്ത അല്ലേ? ഓപ്ഷൻ ഡി മറാത്തയാണ് ഏത് നമ്മുടെ തിലക് ആരംഭിച്ച പത്രത്തിന്റെ പേര്. അങ്ങനെയാണെങ്കിൽ വന്ദേ മാതരം ആരുടെ പത്രമാണ്? ഒന്ന് കമന്റ് ചെയ്യണേ. വന്ദേ മാതരം അതേപോലെ ന്യൂ ഇന്ത്യ എന്നിവ ആരുടെ പത്രമാണ് എന്ന് കമന്റ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതേപോലെ നമ്മുടെ തിലക് വേറൊരു പത്രം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? കേസരി അല്ലെ? കേസരി, മറാത്ത, ഈ രണ്ട് പത്രവും ആരുടെ തന്നെയാണ്? നമ്മുടെ ബാലഗംഗാധര തിലകിൻ്റെതാണ്. മറാത്ത ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ഓക്കെ, മറാത്ത ഇംഗ്ലീഷ് ഭാഷയിലും അതേപോലെ നമ്മുടെ കേസരി മറാത്ത ഭാഷയിലുമാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം കേസരി, മറാത്ത എന്നീ രണ്ട് പത്രവും ബാലഗംഗാധര തിലകിൻ്റെത് തന്നെ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി ശ്രീ രാമകൃഷ്ണ പരമഹംസർ, ഓപ്ഷൻ സി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ഡി ആചാര്യ വിനോബ ഭാവെ. ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? അതായത് ഓപ്ഷൻ സി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അതായത് ആര്യ സമാജം കേട്ടിട്ടുണ്ടാവുമല്ലോ. ആര്യ സമാജത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ദയാനന്ദ സരസ്വതിയാണ് എന്ത് ആരംഭിച്ചിട്ടുള്ളത്? ശുദ്ധി പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പ്രസ്താവന 1, പ്രസ്താവന 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രസ്താവന ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. നന്ദലാൽ ബോസിന്റെ പ്രസിദ്ധമായ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. പ്രസ്താവന 2, 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഓപ്ഷൻ എ പ്രസ്താവന 1 മാത്രം ശരി, ഓപ്ഷൻ ബി പ്രസ്താവന 2 മാത്രം ശരി, ഓപ്ഷൻ സി രണ്ട് പ്രസ്താവനകളും ശരിയാണ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പം ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി? രണ്ടും ശരിയാണോ? രണ്ടും തെറ്റാണോ? എന്താണ്? ഒന്നുകൂടി നമുക്ക് നോക്കാം. പ്രസ്താവന നന്ദലാൽ ബോസിന്റെ പ്രസിദ്ധമായ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ, ശരിയാണ് അല്ലെ? അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഏത്? നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം. ഇനി രണ്ടാമത്തെ പ്രസ്താവന, 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ, ശരിയാണോ? അതെ, 1938 INC സമ്മേളനത്തിൽ, അതായത് ഹരിപുരയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം കൂടിയാണ് നമ്മുടെ നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം. ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇനി ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത്, 1938 ഹരിപുര സമ്മേളനത്തിൽ ആരായിരുന്നു INC പ്രസിഡന്റ്? ഓർമ്മയുണ്ടോ? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അല്ലെ? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു നമ്മുടെ ആര്? INC പ്രസിഡന്റ്. ആ സമയത്തെ INC പ്രസിഡന്റ് ആയിട്ട് വന്നത്. ഓക്കെ, തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ INC പ്രസിഡന്റ് കൂടിയായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നു. ഓക്കെ, ആരായിരുന്നു എതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. അദ്ദേഹം തോറ്റു. സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? INC പ്രസിഡന്റ് ആയി മാറുകയും ചെയ്തു. അങ്ങനെ എന്താ പറയാ, ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് മാറി. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ, 2 സതി നന്ദലാൽ ബോസ്, 3 ഭാരത് മാതാ അഭിനീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ, സതി നന്ദലാൽ ബോസ്, ഭാരത് മാതാ അഭിനീന്ദ്രനാഥ ടാഗോർ. എ 1, 2 ശരി, ബി 2, 3 ശരി, സി 1, 2, 3 ശരി, ഡി 1, 3 ശരി. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ ചിത്രകാരന്മാരും അതേപോലെ അവരുടെ ചിത്രത്തിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവരുടെ ചിത്രം, അതേപോലെ ചിത്രകാരന്മാരുടെ പേര്. അതായത് ഈ സ്വദേശി പ്രസ്ഥാന സമയത്തും സ്വതന്ത്ര കാലഘട്ടത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ സഹകരണ സമരം നയിക്കുന്ന സമയത്തൊക്കെ അവരുടേതായ രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചിത്രകാരന്മാർ പ്രതിഷേധിച്ചത് അവർക്ക് ചിത്രം വരച്ചും ആ ഒരു രീതിയിലാണ്. അപ്പം എന്താ പറയാ,
അവരുടെ ചിത്രവും അതേപോലെ ആ സമയത്ത് അവര് വരച്ച ചിത്രവും ആ ചിത്രക്കാരുടെ പേരുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ, ശരിയാണോ? ശരിയാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ് ആണെങ്കിൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ കൂടിയാണ്. അതേപോലെ അമൃത ഷെർഗിലിന്റെ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു ഡാർക്ക് മൂഡിലാണ് അവർ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അമൃത ഷെർഗിലിന്റെ ചിത്രമാണ് ഇത് ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത്. രണ്ടാമത് സതി നന്ദലാൽ ബോസ്. ഓക്കെ, നന്ദലാൽ ബോസിന്റെ ചിത്രത്തിന്റെ ഒരു ചിത്രമായിരുന്നു ഇത് സതി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മൂന്നാമത് ഭാരത് മാത അബനീന്ദ്രനാഥ ടാഗോർ. അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രമായിരുന്നു ഭാരത് മാത. അതായത് സ്വദേശി പ്രസ്ഥാന കാലത്തും മറ്റ് ബ്രിട്ടീഷുകാരുടെ എല്ലാ സംഭവങ്ങൾ ബഹിഷ്കരിക്കുന്ന ആ സമയത്തൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വരച്ച ചിത്രമാണ് ഭാരത് മാത അബനീന്ദ്രനാഥ ടാഗോർ. അപ്പൊ ഈ ഒരു 3 പ്രസ്താവനയും അല്ലെങ്കിൽ ഈ 3 എന്താ പറയാ പോയിന്റും ശരിയായതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി 1, 2, 3 ശരി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? സിമ്പിൾ ആണ് അല്ലെ? സിവിൽ നിയമലംഘനം പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 1927 ബോംബെ സമ്മേളനം, ഓപ്ഷൻ ബി 1931 കറാച്ചി സമ്മേളനം, ഓപ്ഷൻ സി 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനം, ഓപ്ഷൻ ഡി 1929 ലാഹോർ സമ്മേളനം. ഇതിൽ ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം? ഓപ്ഷൻ ഡി 1929 ലാഹോർ സമ്മേളനം അല്ലെ? പിന്നെ എന്തൊക്കെയാ ലാഹോർ സമ്മേളനത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നത്? 1929 ലാഹോർ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആരായിരുന്നു? നെഹ്റു അല്ലെ? നെഹ്റു പ്രസിഡന്റ് ആയ സമ്മേളനം കൂടിയാണ് ഏത്? നെഹ്റു പ്രസിഡന്റ് ആയ ഒരു INC സമ്മേളനമാണ് ഏത്? 1929 ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം അല്ലെ, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. അതേപോലെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ്. അതേപോലെ ഇന്ത്യയുടെ പതാക ഉയർത്തി അല്ലെ, നമ്മുടെ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ വെച്ചിട്ട് ആ ഒരു തീരുമാനമൊക്കെ എടുത്തൊരു കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ഇത് അല്ലെ, നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പിന്നെ അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. CR ഫോർമുലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. CR ഫോർമുലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉണ്ട് ചോദിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയ്ക്ക് വേണ്ടി C രാജഗോപാലാചാരി അവതരിപ്പിച്ച പദ്ധതി. 2, 1944 CR ഫോർമുല അവതരിപ്പിക്കപ്പെട്ടത്. 3, CR ഫോർമുലയിലൂടെയാണ് പാകിസ്ഥാൻ എന്ന ആശയം കോൺഗ്രസ് തത്വത്തിൽ അംഗീകരിച്ചത്. അങ്ങനെ ഒരു 3 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. 1, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയ്ക്ക് വേണ്ടി C രാജഗോപാലാചാരി അവതരിപ്പിച്ച പദ്ധതി. 2, 1944 CR ഫോർമുല അവതരിപ്പിക്കപ്പെട്ടത്. 3, CR ഫോർമുലയിലൂടെയാണ് പാകിസ്ഥാൻ എന്ന ആശയം കോൺഗ്രസ് തത്വത്തിൽ അംഗീകരിച്ചത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 3 ശരി, ഓപ്ഷൻ ബി 1, 2, 3 ശരി, ഓപ്ഷൻ സി 2, 3 ശരി, ഓപ്ഷൻ ഡി 2 മാത്രം. ഏതാണ് നമ്മുടെ ആൻസർ ആയി വരിക? CR ഫോർമുല കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി 1, 2, 3 ശരി. ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയ്ക്ക് വേണ്ടി C രാജഗോപാലാചാരി അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത് CR ഫോർമുല എന്നറിയപ്പെടുന്ന പദ്ധതി. 1944 ഇത് അവതരിപ്പിച്ചത്. അതേപോലെ ഈ ഒരു ഫോർമുലയിലൂടെയാണ് പാകിസ്ഥാൻ എന്ന ആശയം കോൺഗ്രസ് തത്വം അംഗീകരിക്കുന്നതും. ഓക്കെ, അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി 1, 2, 3 ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ അരുണ അസ്ഫലി, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി മാഡം ഭിക്കാജി ഗാമ, ഓപ്ഷൻ ഡി ആനി ബസന്റ്. ആരാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി മാഡം ഭിക്കാജി ഗാമ. മാഡം ഗാമ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എന്ത്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നോക്കൂ. 1926 പഞ്ചാബിൽ നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? 1926 നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ ചന്ദ്രശേഖർ ആസാദ്, ഓപ്ഷൻ ബി ഭഗത് സിംഗ്, ഓപ്ഷൻ സി ഉധം സിംഗ്, ഓപ്ഷൻ ഡി സൂര്യസെൻ. ആരാണ്? നമുക്കറിയാം അല്ലെ, നവജവാൻ ഭാരത് സഭ ആരുടേതാണ്? ഭഗത് സിംഗിൻ്റെതാണ്. ഓപ്ഷൻ ബി ഭഗത് സിംഗ് ആരംഭിച്ച പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു സംഘടനയാണ് ഇത് നവജവാൻ ഭാരത് സഭ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. 2, 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്.
ഓക്കെ. 3 1922 ഫെബ്രുവരി 5-നാണ് ഈ സംഭവം നടന്നത്. അങ്ങനെയാണ് 1922 ഫെബ്രുവരി 5-നാണ് ഈ സംഭവം നടന്നത്. ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ 1, 2 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 3 മാത്രം ശരി, ഓപ്ഷൻ ഡി 1, 2, 3 ശരി. ഇതിൽ ഏതാണ് ചൗരി ചൗര പ്രസ്ഥാനം അല്ലെങ്കിൽ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്ഥാനം? എന്താണ് ചൗരി ചൗര സംഭവം? അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉത്തർപ്രദേശിലെ അല്ലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? ആളുകൾ പോയിട്ട്, അവിടുത്തെ ജനങ്ങൾ പോയിട്ട്, സാധാരണ ജനങ്ങൾ പോയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ തീയിട്ടു. അതിൽ ഒരുപാട് പോലീസുകാരും ഒക്കെ മരിച്ചുപോയി. ആ ഒരു സംഭവമാണ് ചൗരി ചൗര ഇൻസിഡന്റ് അല്ലെങ്കിൽ ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടായിരുന്നു? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജി നിർബന്ധിതനായി. കാരണം അങ്ങനെ ഒരു നോൺ വയലൻസിലോട്ട് പോയപ്പോൾ എന്ത് ചെയ്തു? അതൊരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വരെ ആര് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ആദ്യത്തെ പ്രസ്താവന നോക്കൂ. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ശരിയാണ്, അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. രണ്ടാമത്തെ പ്രസ്താവന 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. അതും ശരിയാണ്. 3 1922 ഫെബ്രുവരി 5-നാണ് ഈ സംഭവം നടന്നത്. അതും ശരിയാണ്. അപ്പൊ 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി 1, 2, 3 ശരി. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. ഓക്കെ. റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ റൗലറ്റ് നിയമം എന്ന് പറയുന്നത് ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം. 2 1919 പാസാക്കിയ നിയമം. 3 1919 മാർച്ച് 9-ന് ഈ നിയമം നിലവിൽ വന്നു. ഓക്കെ അല്ലേ? അങ്ങനെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലേതാണ് ശരിയായ പ്രസ്താവന നോക്കാം. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ കാലത്ത് അല്ലെങ്കിൽ സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ വന്ന നിയമം തന്നെയാണ് ഏത്? റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ 1919 പാസാക്കിയ നിയമമാണ്. അതും ശരിയാണ്. 3 നിയമം നിലവിൽ വന്നത് എന്നാണ്? 1919 മാർച്ച് 9-ന് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആണോ? അല്ല. 1919 മാർച്ച് 17-നാണ് ഇത് നിലവിൽ വന്നത്. 1919 മാർച്ച് 17-ന് നിലവിൽ വന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലെ 3 പ്രസ്താവനകളും ശരിയല്ല. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? ശരിയായ പ്രസ്താവന ഏതാ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ വരുന്നത് 1, 2 മാത്രം ശരി എന്ന് വരുന്ന ഓപ്ഷൻ ആയിരിക്കും. ആ ഓപ്ഷൻ്റെ നോക്കിക്കേ. ഓപ്ഷൻ എ ഉണ്ട് അല്ലെ? 1, 2 മാത്രം ശരി. ഈ ഒരു ആൻസർ ആണ് നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ അറിയുന്നതുണ്ടാകാം, അറിയാത്തതുണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള റെയർ ആയിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാമൻ സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്